എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് എല്ലാരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സൂര്യനാരായണൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അബിയുടെ പേരില് ഈ കുടുംബത്തിലെ മൊത്തം സ്വത്തുക്കളൊന്നും എഴുതി വെച്ചിട്ടില്ല, ഒരു റിസോർട്ട് മാത്രം എഴുതി വെച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ എല്ലാരും കൂടി ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല ഞാനത് ഒരിക്കലും റദ്ദാക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജയ് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അതെ, ഇവിടെ അച്ഛന്റെ മക്കളല്ലേ ബാക്കി എല്ലാവർക്കും ഒരേപോലെ തന്നെ വീതം വെച്ച് കൊടുക്കണ്ടല്ലേ. അതിന് ഇവിടെ ബാക്കി സ്വത്തുക്കളെല്ലാം ഉണ്ടല്ലോ. അതിപ്പോ അച്ഛന്റെ പേരിലല്ലേ കിടക്കണേ, മക്കളുടെ പേരിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ. ഇപ്പൊ അഭിയേട്ടന് തന്നെയായിട്ടല്ലേ കൊടുത്തിരിക്കുന്നേ. അതുപോലെ തന്നെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ചോദിക്കുവാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അപർണ പറഞ്ഞു, അങ്ങനെ തന്നെ ചോദിച്ചു നോക്ക്. കാരണം മക്കളെല്ലാരും ഒരേപോലെയാന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നു പറയാം. ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? അഭിയേട്ടന് ഇവിടുത്തെ മോൻ തന്നെയല്ലേ, അഭിയേട്ടന് കൊടുത്തതെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? ഇതൊക്കെ കേട്ടോണ്ട് അമൃതയ്ക്ക് അത് സഹിച്ചില്ല. അമൃത പറഞ്ഞു, എന്താണോ അച്ഛൻ ചെയ്ത് ശരിയായില്ലെന്ന് പറയണേ. അങ്ങനെ നാലാ വഴിക്കുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനാരായണനെ. ഈ സമയം അപർണ സുമുഖല എടുത്തു പറഞ്ഞു, അതെ മുത്തശ്ശി എന്താ എങ്ങനെ മിണ്ടായിരിക്കണേ? മുത്തശ്ശിക്കൊന്നും പറയാനില്ലെന്ന് നിൽക്കും. സൂര്യ, നീ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ദേ ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ എനിക്ക് പല സത്യങ്ങളും തുറന്ന് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയണം. എന്നിട്ട് സൂര്യനാരായണൻ പറഞ്ഞു, അമ്മ എന്ത് പറയുന്നാ പറയണേ? ദേ ഒളിപ്പിച്ചു വെച്ച പല രഹസ്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ട് തുറക്കുമെന്ന് പറയാം. പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയാം. നീ ഇങ്ങനെ കാണിച്ചു കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിയുമ്പോൾ സൂര്യനാരായണൻ പറഞ്ഞു, ഇനിയിപ്പൊ അമ്മയല്ല ആര് പറഞ്ഞു പറഞ്ഞാലും ഞാൻ ആ ബിൽപ്പത്രം റദ്ദ് ചെയ്യാനായിട്ട് പോകുന്നില്ലെന്ന് പറയാം. ഓഹോ, നിനക്കപ്പൊ അത്രയ്ക്ക് അഹങ്കാരം അല്ലേന്ന് ചോദിക്കും. പിന്നീട് സുമംഗല മുത്തശ്ശി പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. അപ്പോഴേക്കും അപർണ പറഞ്ഞു, മുത്തശ്ശി ഇങ്ങനെ പറയുമെന്ന് പറയുന്നല്ലാതെ പറയുന്നില്ലോ. മുത്തശ്ശിയുടെ കയ്യിലൊരു ബ്രഹ്മാസ്ത്രമില്ലേ, അതെടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കാൻ പറയാം. അത് കേട്ടതും അമൃത ചോദിച്ചു, എന്ത് ബ്രഹ്മാസ്ത്രം? നീ എന്തിന്റെ കാര്യം അപർണ പറയണമെന്ന് ചോദിക്കുക. അത് മുത്തശ്ശിക്ക് അറിയാന്ന് പറയാം. എന്റെ കയ്യിൽ അങ്ങനെ ഒരു അസ്ത്രവും ഇല്ലെന്ന് പറയണം. മുത്തശ്ശി ഇവിടുത്തെ കള്ളത്തരം പറയണ്ട, മുത്തശ്ശിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടോ അജയ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദേ നീ തന്നെ പറ അമൃത, നിനക്കറിയാവുന്ന കാര്യമാണ് നീ പറയാൻ പറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ മറച്ചു വെക്കുന്നില്ല, ഒരു പക്ഷെ ഇതൊക്കെ ദൈവനിയോഗമായിരിക്കും ഞാൻ ഇങ്ങോട്ട് കയറി വരാനും ഈ രഹസ്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാനായിട്ടും. അത് കേട്ടപ്പോ അജയ് പറഞ്ഞു, രഹസ്യങ്ങൾ? എന്ത് രഹസ്യങ്ങൾ? അതൊക്കെ ഉണ്ട്, ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയാണ്. നിങ്ങളെല്ലാരും എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഈ നിൽക്കുന്ന അബിറ നിങ്ങളുടെ വലിയേട്ടനാന്നല്ലേന്ന് ചോദിക്കുക. അത് കേട്ട അമല് പറഞ്ഞു, അതിനെന്താ കുഴപ്പമിരിക്കുന്നേ, ഞങ്ങളുടെ ഏട്ടൻ തന്നെയാന്ന് പറയണം. അത് ശരി തന്നെയാ, നിങ്ങളുടെ വലിയേട്ടൻ തന്നെയാ, പക്ഷെ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഈ നിൽക്കുന്ന അഭിറാമുണ്ടല്ലോ, പ്രഭാവതി അമ്മയുടെ മോനല്ലെന്ന് പറയാണ്. ഇത് കേട്ട എല്ലാരും ഒരു നിമിഷം ഞെട്ടി. അമല് പെട്ടെന്ന് വന്ന് അപർണയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങണം. ദേ തൊട്ടുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കള്ളവാന്ന് തെളിയിക്കുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ അനുസരിക്കാം, അല്ലെങ്കിൽ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. ഇത് അച്ഛനല്ലേ നിൽക്കുന്നേ, അച്ഛൻ പറയട്ടെ എന്ന് പറയാണ്. സത്യല്ലേ ഞാൻ പറഞ്ഞേ? പ്രഭാവതി അമ്മയുടെ മോനല്ല ഈ നിൽക്കുന്ന അഭിറാം. അഭിറാം അച്ഛൻ ആദ്യം ഉണ്ടായ സന്തതിയാന്ന് പറയാണ്, വേറൊരു അമ്മയിലുണ്ടായതാന്ന് പറയാണ്. ശരിയല്ലേ മുത്തശ്ശി ഞാൻ പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. സുമംഗല മുത്തശ്ശി ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് മുത്തശ്ശി അതേന്ന് പറയാണ്. ഇതേ അപർണ പറഞ്ഞ കാര്യം 100% സത്യമാണ് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. ജാനകിയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോഴേക്കും അമല പറഞ്ഞു, ഇല്ല ഞാനിത് വിശ്വസിക്കില്ല, നിങ്ങൾ എല്ലാവരും കൂടെ വെറുതെ നാടകം കളിക്കുന്നതെന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും പ്രഭാവതി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, അതെ അപർണ പറഞ്ഞ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പ്രസവിച്ച മകനല്ല അഭിറാം, അദ്ദേഹത്തിന് ആദ്യത്തെ ഇതിലുണ്ടായ മോനാണ് എന്ന് പറയാണ്. ഇത്ര സമയം സൂര്യനാരായണൻ പിടിച്ചു നിന്നു. പിന്നീട് സൂര്യനാരായണൻ പറഞ്ഞു, അതെ ഇത്രയും കാലം ഞാൻ ആ സത്യം മൂടി വെച്ചു, പക്ഷെ ഇനി എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഇത്ര ആയതല്ലേ, ഞാൻ തന്നെ ബാക്കി പറയാന്ന് പറയണം. എനിക്ക് ആദ്യം ഉണ്ടായ മോനാണ് അപര, പക്ഷെ അവന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഞാൻ പ്രഭാവതിയെ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഞാൻ മറച്ചു വെച്ചോണ്ടല്ല കല്യാണം കഴിച്ചേ, എന്റെ മോനെ പൊന്നുപോലെ നോക്കാൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നിന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ച അവൾക്കും അതിനകത്തൊരു കുഴപ്പമില്ലായിരുന്നു. സ്വന്തം മോനെ പോലെ തന്നെയാ അവള് അവനെ കണ്ടു വളർത്തിക്കൊണ്ടുവന്ന് ഇത്രയും കാലം വരെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. പിന്നെ അവന് ഈ വീടിന് വേണ്ടി എത്രമാത്രം കിടന്ന് കഷ്ടപ്പെട്ടു, അവന്റെ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് എനിക്കൊന്നും കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം നാളെ ഒരു സമയത്ത് എന്തായി തീരുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ അവന്റെ പേരിലേക്ക് എഴുതി വെച്ചെന്ന് പറയാം. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് സത്യം. ഈ കുടുംബത്തിലെ എന്റെ അമ്മയുടെ മോനല്ല, അപ്പൊ ഞങ്ങളുടെ സഹോദരനല്ല അഭിയേട്ടൻ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അഭിറാം ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോണ്. സൂര്യനാരായണനും എല്ലാരും കൂടെ അങ്ങോട്ട് പോയി. പിന്നീട് സുമംഗല മുത്തശ്ശി അപർണ അമൃതയൊക്കെ അവശേഷിച്ചു. ഈ സമയം സുമംഗല മുത്തശ്ശി എന്നാലും മോളെ
എനിക്കൊരു സംശയം, എനിക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ സൂര്യയ്ക്കും പ്രഭാവതിക്ക് അറിയാവുന്ന സത്യം നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുക, നീ ഇതെങ്ങനെ മനസ്സിലാക്കിന്ന് ചോദിക്കണം. അതൊക്കെ മുത്തശ്ശി മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. ഇപ്പം മനസ്സിലായല്ലോ ഈ തമ്പിയുടെ മോൾ ആരാന്നുള്ള കാര്യം. മനസ്സിലായെന്ന് പറയാണ്. ആ സമയം അഭി ആകെപ്പാടെ വിഷമിച്ച് മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും ജാനകി അങ്ങോട്ടേക്ക് വന്നു. അബിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകണം. പറ അബിയേട്ടാ, ഞാൻ ഈ കേട്ടൊക്കെ സത്യമാണെന്ന് ചോദിക്കണം. എന്ത്? അല്ല, അബിയേട്ടൻ അമ്മയുടെ മോനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും അബി പറഞ്ഞു, അല്ല, ഈ കാര്യങ്ങൾ എനിക്കും അറിയാമെന്ന് പറയണം. എന്നിട്ട് എന്താ അബിയേട്ടൻ എന്നോട് ഒരു വാക്കുപോലും പറയായിരുന്നേ? അത് കല്യാണത്തിന് മുമ്പ് നിന്നോട് പറയണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേങ്കിൽ ആ സമയത്ത് അമ്മ എന്നെ വിലക്കി. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അമ്മ നിന്നെ പെണ്ണ് കാണാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യം പറയായിരുന്നെന്ന് പറയാം. ഇത് കേട്ടതും ചാരി പറഞ്ഞു, എന്നിട്ടെന്താ എന്നോട് ഒരു വാക്കെങ്കിലും കല്യാണത്തിന് ശേഷമെങ്കിലും പറയാൻ പാടില്ലായിരുന്നു ചോദിക്കാം. അതെനിക്ക് പറയാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരും അല്ലാതായി പോകുന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഞാൻ അച്ഛൻ്റെ മോൻ തന്നെയാണ്. പക്ഷേങ്കിൽ ഇതേ അമ്മയുടെ മോനല്ലല്ലോ. ഒരു പക്ഷേങ്കിൽ അജയ് അമ്മലെ എന്നെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവരെന്നെ സഹോദരനായിട്ട് കണ്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നേന്ന് പറയണം. അബിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ജാനകി വയ്യ കണ്ണ് തുറച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട അബിയേട്ടാ, എനിക്കറിയാം എന്തെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. ഞാൻ എപ്പോഴും അബിയേട്ടനോട് പറയാറില്ലേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അബിയേട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അബിയേട്ടൻ ഈ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുക. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. കാരണം അച്ഛൻ്റെ കല്യാണം രണ്ടാമത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു. ഏതെങ്കിലും ഓർഫനേജിൽ എവിടെയെങ്കിലും കൊണ്ടു നിർത്താൻ എന്നോട് പറഞ്ഞു അവരോട്. പക്ഷെ അതിനൊന്നും അമ്മയോ അച്ഛനോ സമ്മതിച്ചില്ല. പക്ഷേ അജയ് ഉണ്ടാക്കി അജയ് ഉണ്ടായി 2.5 വർഷത്തിന് ശേഷമാണ് ഹൈ റേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറുന്നത്. പിന്നെയാണ് തമ്പിയങ്ങളുമായിട്ട് കൂട്ടൊക്കെ ആകുന്നത്. അങ്ങനെ പിന്നീട് അമലും അമൃതയൊക്കെ ഉണ്ടായി. പക്ഷെ ആർക്കും ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ മുത്തശ്ശി എന്നോട് എപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കുത്തി വാക്കുകളൊക്കെ പറയായിരുന്നു. അവസാനം മുത്തശ്ശിയുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ ആ സത്യം പറഞ്ഞ്, ഞാൻ പ്രഭാതി അമ്മയുടെ മോനല്ലെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഒത്തിരി കരഞ്ഞു. അന്ന് തന്നെ അമ്മ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. നീ എൻ്റെ മോനാണ്, എൻ്റെ മൂത്ത മോനാണ്, ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അന്നും ഇന്നും അല്ല ഞാൻ അമ്മേനെ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത്. എൻ്റെ പോറ്റമ്മയായപ്പോഴും ഞാൻ എൻ്റെ പെറ്റമ്മയായിട്ടാണ് കണ്ടുവരുന്നുണ്ടിരുന്നതെന്ന് പറയണം. ഇത് ഇപ്പോഴും മുത്തശ്ശി തുറന്നുകൊണ്ടിരിക്കുക. മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. അതുകൊണ്ടാ ഞാൻ വേറൊരു ആളുടെ കുട്ടിയായതുകൊണ്ട് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലാത്ത. പക്ഷെ ഞാൻ അച്ഛൻ്റെ മോൻ തന്നെയല്ലേ. ഇത് കേട്ടൻ ജാനകി പറഞ്ഞു, അതിനെന്താ സംശയം? പിന്നെ മുത്തശ്ശി എന്തെങ്കിലും പറയുവാണെ പറയട്ടെ, അത് അഭിയേട്ടൻ കാര്യമായിട്ട് എടുക്കണമെന്ന് പറയണം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവരൊരിക്കലും എന്നെ സഹോദരനായിട്ട് കാണത്തില്ലായിരിക്കും, അമലും അജയൊക്കെ. ഇത് കേട്ടോ ജാനകി പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാണാതിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഒന്നുമില്ലല്ലോ ഒരച്ഛനും മക്കൾ തന്നെയല്ലേന്ന് ചോദിക്കാം. നിങ്ങൾ തമ്മിൽ രക്തബന്ധം ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. എന്നാലും ഒരു അമ്മയുടെ മക്കളല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു വേർതിരിവ് അവരുടെ മനസ്സിലുണ്ടാവും എന്ന് പറയാണ്. ജാനകിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ല അബീനെ. ആ സമയം അപർണ ഇങ്ങനെ നിൽക്കുകയാണ്. അപർണയുടെ അടുത്തേക്ക് അമൃത വന്നു. എന്നാലും അവരെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ മൂടി വെച്ചില്ലേന്ന് ചോദിക്കാം. ഈ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്ന് പറയാണ്. കണ്ടില്ലേ, അച്ഛന് ആ ഒരു സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ റിസോർട്ടൊക്കെ ആ പേരിലേക്ക് എഴുതി കൊടുത്തേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ അളകാപുരിയുടെ കടിഞ്ഞാണ് ആ ബീയുടെയും ജാനകിയുടെയും കയ്യിൽ ആവുമെന്ന് പറയണം. അമൃത പറഞ്ഞു, അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശി പറഞ്ഞു, മോളെ നിങ്ങൾ വേണം കാര്യങ്ങളൊക്കെ മുന്നിട്ടിറങ്ങി നടത്തി തീരുമാനിക്കായിട്ട്. ഒരു കാരണവശാലും അബീനെ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തില്ലെന്ന് പറയണം. അമൃത പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. ഞാനത് അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ കരുതിയിരുന്ന എൻ്റെ വെല്ലേട്ടനാന്ന് പറഞ്ഞിരുന്നേ, ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറയാണ്. അങ്ങനെ അമൃതയും അപർണ എല്ലാം അബിക്കൊക്കെ നേരെ തിരിവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.